എപ്സ്റ്റീൻ ഫയൽസ് വിവാദവുമായി ബന്ധപ്പെട്ട് പല പുകച്ചിലുകളും പല സൈഡിൽ നടക്കുമ്പോൾ ആരൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ക്രൈം, അതിന്റെ വീഡിയോ കിട്ടുമോ, ഫോട്ടോ കിട്ടുമോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തക എങ്ങനെ ഈ കേസിനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന്റെ മാതൃകയാകത്തക്ക രീതിയിൽ ഈ കേസിനെ ഡീൽ ചെയ്ത ആളാണ് ജൂലി കെ ബ്രൗൺ. മിയാമി ഹെറാൾഡ് പത്രത്തിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് ജൂലി കെ ബ്രൗൺ. 2018 എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരു ഡെഡ് എൻഡിൽ നിന്ന് എപ്സ്റ്റീൻ കേസ് വീണ്ടും ജനങ്ങളുടെ ചർച്ചയാവുന്നത്. 2008 എപ്സ്റ്റീനെ ജയിലിൽ നിന്ന് മോചിതനാക്കുന്ന പ്ലീ ഡീൽ അവർ ശരിക്കും പരിശോധിച്ചു. അവിടെ പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് അവർ മനസ്സിലാക്കി. വളരെ സീക്രട്ട് ആയിട്ട് അൺയൂഷ്വൽ ആയിട്ട് കൊടുത്ത ആ ലീനിയൻ പ്ലീ ഡീൽ അതെങ്ങനെ എന്തുകൊണ്ട് കിട്ടി എന്ന് അവർ അന്വേഷിച്ചു. അത് ജസ്റ്റിസ് ആണോ എന്ന് പൊതുജന സമക്ഷത്തിൽ ആദ്യമായി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം അവളുടേതായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട സർവൈവേഴ്സിനെയൊക്കെ കണ്ടെത്തി അവരുമായി നേരിട്ട് സംസാരിച്ചു. വർഷങ്ങളായി സൈലൻസിലായിരുന്ന സർവൈവേഴ്സിനെ അവരെ പേഴ്സണലി സമീപിച്ച് അവരുടെ സ്റ്റോറീസ് വെരിഫൈ ചെയ്ത് അവരുടെ ഉള്ളിലെ ഭയത്തിനെ മറികടക്കാനുള്ള ധൈര്യം അവർക്ക് പകർന്നു നൽകിയത് ജൂലി കെ ബ്രൗൺ ആണ്. നമ്മുടെ നാട്ടിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികളൊക്കെ ഇരയാവുന്ന കേസുകൾ വരുമ്പോൾ പലപ്പോഴും മാധ്യമപ്രവർത്തകർ അതിനെ ഡീൽ ചെയ്യുന്നത് ഒരു ഗോസിപ്പിനെ ഡീൽ ചെയ്യുന്നത് പോലെയല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ ജൂലി കെ ബ്രൗൺ ചെയ്തത് ഒരു ഗോസിപ്പ് ജേർണലിസം അല്ല, ട്രോമ ഇൻഫോംഡ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഇവിടെ ജൂലി ബ്രൗൺ എക്സ്പോസ് ചെയ്തത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്തായിരുന്നു എന്നാണ്. ജൂലി ബ്രൗണിന്റെ റിപ്പോർട്ടിൽ പ്രോസിക്യൂട്ടേഴ്സ് എങ്ങനെയാണ് സോഫ്റ്റ് ആയി മാറിയത്, വിക്ടിംസ് എങ്ങനെയാണ് ഈ കേസിൽ ഇഗ്നോർ ചെയ്യപ്പെട്ടത്, ലോ എൻഫോഴ്സ്മെന്റുകൾ എവിടെയൊക്കെയാണ് ഫെയിൽ ആയത് തുടങ്ങി സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ജൂലി ബ്രൗണിന്റെ ഫോക്കസ് മുഴുവൻ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു. എപ്സ്റ്റീന്റെ കേസിന്റെ പുറകെയുള്ള അന്വേഷണം എന്നതിനേക്കാൾ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്ത് അവർ നടത്തിയ അന്വേഷണമാണ് ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതൊരു പബ്ലിക് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നാഷണൽ ഔട്ട്റേജ് തന്നെ ഉണ്ടായി, ശക്തമായ ലീഗൽ സ്ക്രൂട്ടണി ഉണ്ടായി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി. ഇതിന്റെ ഡയറക്റ്റ് റിസൾട്ട് ആയിട്ടാണ് 2019 ജെഫ്രി എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാവുന്നത്. ജൂലി കെ ബ്രൗണിന്റെ വർക്ക് പിന്നീട് പുലിസ്റ്റർ പ്രൈസ് നേടി. എപ്സ്റ്റീന്റെ കേസ് ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് മാറി. വിക്ടിംസിന് ഇവിടെ ഒരു ക്രെഡിബിലിറ്റി കിട്ടി. പവർ പ്രൊട്ടക്ട്സ് പവർ എന്ന് പറയുന്ന ആ നരേറ്റീവ് അത് എല്ലാവരുടെയും ഒരു ചർച്ചയായിട്ട് മാറി. ഇനി എപ്സ്റ്റീൻ കേസിൽ ജൂലി ബ്രൗണിന്റെ റിപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹിസ്റ്ററി പുസ്തകങ്ങളുടെയൊക്കെ ഫുട് നോട്ടിൽ മാത്രം ഒതുങ്ങേണ്ട കുഞ്ഞു നോട്ട്സ് മാത്രമായിട്ട് ഈ കേസുകളെല്ലാം ഇല്ലാണ്ടായി പോയേനെ. പക്ഷെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് അവൾ എപ്സ്റ്റീനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ചെയ്തത്, സിസ്റ്റത്തിനെ കൂടി എക്സ്പോസ് ചെയ്യായിരുന്നു. സിസ്റ്റമാണ് ഇവിടെ മാറേണ്ടത്. എപ്സ്റ്റീനെ എക്സ്പോസ് ചെയ്ത് അയാളെ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിച്ചു, അയാൾ ഇല്ലാതാക്കി. നാളെ വീണ്ടും ഒരു എപ്സ്റ്റീൻ ഉണ്ടായി വരും. കാരണം അതിനിവിടെ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ സിസ്റ്റത്തിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് അവിടെ ചോദ്യങ്ങൾ ചോദിച്ച് സിസ്റ്റം മാറുകയാണെങ്കിൽ എപ്സ്റ്റീനെ പോലെ മറ്റൊരു എപ്സ്റ്റീൻ ഉണ്ടാവാനുള്ള സാധ്യതയെ തന്നെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഒരു നല്ല മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണമാണിത്.